ഇന്ന് അനശ്വര നടൻ പ്രേം നസീറിന്റെ ഓർമ്മ ദിവസമാണ്. 1989 ഇതേ ദിവസമായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. ഇന്നും മലയാളികളുടെ മനസ്സിൽ ഓർത്തു നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച പ്രേം നസീർ സിനിമയിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച ആദ്യത്തെ മലയാള സിനിമാ താരം കൂടി ആയിരുന്നു എന്നത് പലരും മറന്നുപോയൊരു കാര്യമാണ്. ഇന്ന് ഈ വീഡിയോയിൽ നസീറിന്റെ രാഷ്ട്രീയ മേഖലയിലെ പ്രവർത്തനത്തിനൊപ്പം മലയാള സിനിമ കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ട കഥകൾ കൂടി പരിശോധിക്കുകയാണ്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും രാഷ്ട്രീയത്തിൽ സിനിമാ താരങ്ങളുടെ സ്വാധീനം നമുക്കറിയാം. ഈ കാരണം കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അവിടെയുള്ളവരെ പരിഹസിക്കാറുമുണ്ട്. അവിടെ വെറും ആരാധന മാത്രമാണ്. രാഷ്ട്രീയ ബോധമില്ലാത്ത വെറും ബുദ്ധിശൂന്യരും നിസാര സൗജന്യങ്ങളിൽ മയങ്ങി വോട്ട് ചെയ്യുന്നവരുമായും അവരെ നമ്മൾ നിരവധി തവണ കളിയാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് ബുദ്ധിമാന്മാരായ മലയാളികളുടെ അവസ്ഥ എന്താണ്? സുരേഷ് ഗോപി തൃശൂർ വിജയിച്ചതിനെ ഇരു മുന്നണികളും സിനിമാ താരത്തിന്റെ വിജയമെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ മലയാളികൾ ഇന്നലകളിലെ തമിഴരേക്കാൾ പിന്നിലേക്ക് പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? 80കൾക്ക് മുൻപ് മലയാള സിനിമാ താരങ്ങൾ നേരിട്ട് രാഷ്ട്രീയത്തിൽ പയറ്റുന്നത് അപൂർവ കാഴ്ചയായിരുന്നു. ആദ്യകാല സൂപ്പർ താരങ്ങൾ ആരും തന്നെ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായിട്ട് പറഞ്ഞിരുന്നവരുമല്ല. പൊളിറ്റിക്കലായ സിനിമകളിൽ നിരവധി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സത്യനോ ജയനോ മധുവോ ഒന്നും സജീവ രാഷ്ട്രീയ പ്രചരണ രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ അതിനൊരു മാറ്റം വന്നത് സാക്ഷാൽ പ്രേം നസീർ 1987 കോൺഗ്രസിന് വേണ്ടി നേരിട്ട് പ്രചരണത്തിനിറങ്ങിയപ്പോഴാണ്. സ്ഥാനാർത്ഥിയായില്ലെങ്കിലും ആ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പ്രധാന പ്രചാരകൻ പ്രേം നസീർ ആയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഭരണത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് പരാജയപ്പെടുകയായിരുന്നു. കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF 61 സീറ്റുകളിൽ ഒതുങ്ങുകയും EK നായനാരുടെ നേതൃത്വത്തിൽ 79 സീറ്റുകൾ നേടി LDF ഭരണത്തിലെത്തുകയുമായിരുന്നു. തമിഴ്നാട്ടിൽ MGRും ആന്ധ്രയിൽ NTRും രാഷ്ട്രീയത്തിൽ മിന്നിത്തിളങ്ങുന്ന സമയത്താണ് കേരളത്തിൽ സമാന താരപദവി ഉണ്ടായിരുന്ന പ്രേം നസീർ പരാജയപ്പെട്ടത്. അതോടെ കേരളീയരുടെ രാഷ്ട്രീയ ബോധം കേവലം താര ആരാധനയെ അടിസ്ഥാനമാക്കിയല്ല എന്നത് ഒന്നുകൂടെ ഉറപ്പിക്കുകയായിരുന്നു. പിന്നെയും കേരള രാഷ്ട്രീയം കൃത്യമായ രാഷ്ട്രീയക്കാരുടെ തന്നെ കുത്തകയായി തുടരുന്നതിനിടെ 1989 ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിൽ KR നാരായണനെതിരെ ഇടതു മുന്നണി ചലച്ചിത്ര സംവിധായകനായ ലെനിൻ രാജേന്ദ്രനെ മത്സരിപ്പിച്ചിരുന്നു. പക്ഷേ തോൽവിയായിരുന്നു ഫലം. പിന്നാലെ 2 വർഷത്തിന് ശേഷം 1991 നടന്ന തിരഞ്ഞെടുപ്പിലും അതേ മണ്ഡലത്തിൽ KR നാരായണനെതിരെ ലെനിൻ രാജേന്ദ്രനെ ഒരിക്കൽ കൂടി പരീക്ഷിച്ചുവെങ്കിലും വീണ്ടും പരാജയം തന്നെയായിരുന്നു. അത് പറയുമ്പോൾ മത്സരിച്ചു ജയിച്ചിട്ടും MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ കഴിയാതെ പോയ ഒരു പ്രശസ്ത സംവിധായകനെ കൂടി പറയേണ്ടതുണ്ട്. 1965 നാട്ടികയിൽ നിന്നും മത്സരിച്ചു ജയിച്ച ചെമ്മീൻ, നീലക്കുയിൽ ഉൾപ്പെടെ പ്രശസ്ത ചിത്രങ്ങളുടെ സംവിധായകനായ രാമു കാര്യാട്ട് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചുവെങ്കിലും ആർക്കും നിയമസഭയിൽ ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഭ ചേരും മുൻപേ തന്നെ പിരിച്ചുവിടുകയായിരുന്നു ഉണ്ടായിരുന്നത്. 1989 തിരുവനന്തപുരം മണ്ഡലത്തിലും ഇടതു മുന്നണി ഒരു പരീക്ഷണം നടത്തിയിരുന്നു. പൂർണ്ണമായും സിനിമാക്കാരൻ മാത്രമാണെന്ന് പറയാനാവാത്ത കവിയും ഗാനരചയിതാവും ഒക്കെയായി ONV കുറുപ്പായിരുന്നു A ചാൾസിനെതിരെ മത്സരിച്ചത്. പക്ഷെ വിജയം കാണാൻ ONVക്ക് കഴിഞ്ഞില്ല. നേരത്തെ പറഞ്ഞവരെല്ലാം സിനിമയുടെ സ്ക്രീനിൽ തിളങ്ങുന്നവരായിരുന്നില്ല. എന്നാൽ 1999 ആലപ്പുഴയിൽ VM സുധീറിനെതിരെ ഒരു സിനിമാ താരത്തെ തന്നെ ഇടതു മുന്നണി വീണ്ടും രംഗത്തിറക്കി. നടൻ മുരളി. ലാൽ സലാമിൽ TV തോമസിനെ അനുസ്മരിപ്പിച്ച കഥാപാത്രത്തെ അനശ്വരമാക്കിയ മുരളിക്ക് പക്ഷേ TVയുടെ രാഷ്ട്രീയ വിജയം ആവർത്തിക്കാനായില്ല. സുധീരൻ തന്നെ വിജയിച്ചു. എന്നാൽ 21ാം നൂറ്റാണ്ടോടെ കേരള രാഷ്ട്രീയത്തിൽ സിനിമാക്കാരുടെ സാന്നിധ്യം പെട്ടെന്ന് വർദ്ധിക്കുകയായിരുന്നു. അതുവരെ രാഷ്ട്രീയ മേഖലയിൽ സിനിമാക്കാർക്ക് പരാജയം മാത്രമായിരുന്നു പറയാനുണ്ടായിരുന്നതെങ്കിൽ 2001 പത്തനാപുരത്ത് നിന്ന് മത്സരിച്ച് വിജയിക്കുകയും കുറച്ചു കാലം മന്ത്രിയാവുകയും ചെയ്ത KB ഗണേഷ് കുമാറാണ് കേരള രാഷ്ട്രീയത്തിൽ സിനിമാക്കാരുടെ രാശി തിരുത്തിക്കുറിച്ചത്. ഗണേഷ് കുമാർ ഒരു രാഷ്ട്രീയ കുടുംബത്തിലെ അംഗമായിരുന്നുവെങ്കിലും സിനിമാ താരമെന്ന നിലയിൽ അതിനേക്കാൾ ഉയർന്ന സ്ഥാനം മലയാളികളുടെ മനസ്സിൽ നേടിയ ശേഷമാണ് രാഷ്ട്രീയ ഗോതയിൽ ഇറങ്ങിയത്. പിന്നാലെ വെള്ളിത്തിരയുടെ മുൻനിരയിൽ നിന്നും പിൻനിരയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിലേക്ക് കുത്തൊഴുക്കാണ് കേരളം കണ്ടത്.
2016 പത്തനാപുരത്ത് പ്രധാന 3 മുന്നണി സ്ഥാനാർത്ഥികളും പ്രശസ്ത സിനിമാ താരങ്ങളായിരുന്നു. ഇടതു മുന്നണിയുടെ ഭാഗമായി ഗണേഷ് കുമാറും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജഗദീഷും BJPക്ക് വേണ്ടി ഇപ്പോൾ ഇടതു പാളയത്തിലേക്ക് കൂടുമാറിയ ഭീമൻ രഘുവും. സിനിമാ നടന്മാരായ മുകേഷ്, സുരേഷ് ഗോപി, ദേവൻ, കൃഷ്ണകുമാർ എന്നിങ്ങനെ തുടങ്ങി ധർമ്മജൻ ബോൾഗാട്ടി വരെ വിവിധ മുന്നണികൾക്കായി മത്സര രംഗത്തെത്തി. പിന്നണിയിൽ നിന്നും നിരവധി പേർ മത്സര രംഗത്ത് വന്നിരുന്നു. സംവിധായകൻ രാജസേനനും ഗായിക ദലീമയും ഇത്തരത്തിൽ എത്തിയവരാണ്. ഇവരിൽ ചിലർ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു. മുകേഷും ദലീമയും MLA-മാരായപ്പോൾ സുരേഷ് ഗോപി ജയിച്ച് കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. അതുപോലെ തന്നെ ലോക്സഭയിലേക്ക് ഒരു തവണ ജയിക്കുകയും അടുത്ത തവണ പരാജയപ്പെടുകയും ചെയ്ത ഇന്നസെന്റിനെയും മറക്കാനാവുമോ? അതുപോലെ തന്നെ മത്സരിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുകയും അവസാന നിമിഷം ഒഴിവാക്കപ്പെടുകയും ചെയ്ത KPS ലളിത, രഞ്ജിത്ത് തുടങ്ങിയവരുമുണ്ട്. ഇത്തവണയും സ്ഥാനാർത്ഥി സാധ്യത പട്ടികയിൽ നിലവിലെ സജീവ രാഷ്ട്രീയക്കാരായ സിനിമാക്കാർക്കൊപ്പം പുതിയ ചില പേരുകളും ഉയർന്നു വരുന്നുണ്ട്. രമേശ് പിഷാരടി, ഉണ്ണി മുകുന്ദൻ എന്നിങ്ങനെ നീളുന്നു ആ ലിസ്റ്റ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സിനിമാക്കാർ രാഷ്ട്രീയത്തിൽ വിജയിക്കുന്നുണ്ടോ? രാഷ്ട്രീയത്തിലും സിനിമയിലും വിജയിച്ചവർ ഇതിൽ ആരൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ.